हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മാർച്ച് 30, 2024. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് GMT സമയമനുസരിച്ച് 4 മണിക്ക് ഉച്ച 4 മണിയാണ്. അതുപോലെ ഇന്ത്യൻ സമയം അനുസരിച്ച് 10 മണിയാണ്. ഇത് രാഹുദ എന്ന പ്രോഗ്രാമിൻ്റെ സമയമാണ്. ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമാണ് ഇത് നടക്കുന്നത്. ഇതിൻ്റെ 4 എപ്പിസോഡുകളാണ് കാദിയാനിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്നത്. ഇത് 4ാമത്തെ എപ്പിസോഡാണ്. 4ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിഷയം എന്ന് പറയുന്നത് സൂര്യചന്ദ്ര ഗ്രഹണങ്ങൾ ഇമാം മഹ്ദി വെളിപ്പെട്ടു എന്നതിൻ്റെ ലക്ഷണം ആണ്. ഈ പരിപാടിയിൽ നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ വേണ്ടി സ്ക്രീനിലുള്ള ടെലിഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫാക്സ് മെസ്സേജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം ഈ സ്റ്റുഡിയോയിൽ ഉള്ള പണ്ഡിതന്മാരുടെ പാനലിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതും ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇവിടെ സന്നിഹിതരായവർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതുമായിരിക്കും. മാന്യപ്രേക്ഷകരെ, ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിഷയം മഹത്തായ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ എന്നതാണ്. ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ ഉള്ളത് ബഹുമാനപ്പെട്ട ഹമീദ് കൗസർ സാബ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കെ താരിഖ് അഹമ്മദ് സാബ് എന്നിവരാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇവരായിരിക്കും എന്നോടൊപ്പം പരിപാടിയിൽ പങ്കുചേരുന്നത്. ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. മാന്യപ്രേക്ഷകരെ, വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ ഹദീസുകൾ, അതുപോലെ തന്നെ ഉമ്മത്തിലുള്ള മഹാത്മാക്കളുടെ സ്വപ്ന ദർശനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ തിരുവചനങ്ങൾ എന്നിവയിൽ നിന്ന് സ്ഥാപിതമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി, മുഹമ്മദിയ ഉമ്മത്തിന് വേണ്ടി ഇമാം മഹ്ദിയുടെ വെളിപാടിനെക്കുറിച്ച്, ആവിർഭാവനെക്കുറിച്ച് പറഞ്ഞത് 13ാം നൂറ്റാണ്ട് അവസാനത്തിൽ അല്ലെങ്കിൽ 14ാം നൂറ്റാണ്ട് തലക്കൽ ആയിരിക്കുമെന്നാണ്. ആ കാലഘട്ടത്തിൽ ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിനെക്കുറിച്ച് ഈ ഉമ്മത്തിലുള്ള എല്ലാവരും തന്നെ വളരെ താല്പര്യത്തോടെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന മഹ്ദിയുടെ സുവാർത്തയോടൊപ്പം ആ മഹാത്മാവിൻ്റെ വരവിന് ശേഷമുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. അതായത്, യാ റസൂലല്ലാഹ്, ആ വരാനിരിക്കുന്ന മെഹദിയെ എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടാന്തം എന്തായിരിക്കും, സാക്ഷ്യം എന്തായിരിക്കും എന്നതിന് മറുപടിയായി റമദാനിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ നടക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി നൽകുകയുണ്ടായി. മാന്യപ്രേക്ഷകരെ, ഈ ചുരുങ്ങിയ ആമുഖത്തിന് ശേഷം, മുഖവരിക്ക് ശേഷം ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഹമീദ് കൗസർ സാബിനോടാണ് എൻ്റെ ചോദ്യം. സൂര്യചന്ദ്രഗ്രഹണത്തിൻ്റെ പ്രവചനം ഹുസൂർ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ, അനുഗ്രഹീത കാലഘട്ടത്തിലുണ്ടായി. അത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഇഞ്ചീലിൽ, അതായത് ബൈബിളിൽ എന്തൊക്കെയാണ് പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് കാദിയാൻ ദാറുൽ അമാനിൽ 20ാമത്തെ നോമ്പ് 20 തുടങ്ങിയിരിക്കുകയാണ്. റമദാൻ മാസം 20 തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചില വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ മാസത്തിൽ, ഈ സുപ്രധാന അനുഗ്രഹീത മാസത്തിലുണ്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, നാത്തിക് മാസം, അതായത് റമദാൻ മാസത്തിലെ 24ാമത്തെ രാത്രിയാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരണം തുടങ്ങിയത്. അതുപോലെ സത്യാസത്യ വിവേചനത്തിൻ്റെ ഒരു അടയാളമായ ഒരു മഹത്തായ യുദ്ധം, ബദർ യുദ്ധം
ഹിജ്റ വർഷം 2 റമദാൻ മാസത്തിലാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മക്ക വിജയത്തിൻ്റെ മഹത്തായ ദൃഷ്ടാന്തവും റമദാൻ മാസത്തിലാണ് സംഭവിച്ചത്. ഈ മഹത്തായ അനുഗ്രഹീത മാസത്തെ നാം ആദരിക്കേണ്ടതുണ്ട്. അത് വളരെ പുണ്യമാസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാം വരവിലൂടെ ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അദ്ദേഹത്തെ ആ മഹാത്മാവിനെ മഅ്ദത്ത മഹ്ദി മസീഹായാണ് അള്ളാഹു അയച്ചിരിക്കുന്നത്. ആ മഹാത്മാവിൻ്റെ സത്യസാക്ഷ്യത്തിനും വേണ്ടി റമദാൻ മാസത്തിൽ തന്നെയാണ് അള്ളാഹു ദൃഷ്ടാന്തം വരയ്ക്കുന്നത്. ഇതൊരു വലിയ സുപ്രധാനമായ കാര്യമാണ്. റമദാൻ്റെ പുണ്യമാസത്തിൽ ഈ മഹത്തായ ദൃഷ്ടാന്തം വെളിപ്പെടുകയുണ്ടായി. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് ഇപ്രകാരം പരാമർശിച്ചു: വ ഖസഫൽ ഖമറു, ചന്ദ്രന് ഗ്രഹണം സംഭവിച്ചു. വ ജുമിഅ ശംസു വൽ ഖമർ, അതിനുശേഷം ചന്ദ്രനും സൂര്യനും രണ്ടും ഗ്രഹണത്തിൽ ഒരുമിച്ചു. യഖൂലു യൗമഇസിൻ, യഖൂലുൽ ഇൻസാനു യൗമഇസിൻ ഐനൽ മഫർ, അന്ന് അഹമ്മദികളുടെ വിരോധികൾ ചോദിക്കും, ഇനി എവിടെയാണ് ഓടി ഒളിക്കാൻ സാധിക്കുക, രക്ഷപ്പെടാൻ ഇനി എന്ത് സങ്കേതമാണുള്ളത്. അതായത് ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യത്തെ അംഗീകരിക്കാതെ ഇനി നിർവാഹമില്ല. ഇനി നമുക്ക് ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. സയ്യിദ്ന ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാം ഈ ഖാദിയാൻ എന്ന പ്രദേശത്ത് 1890-91 ഇപ്രകാരം വിളംബരപ്പെടുത്തി. 14ാം നൂറ്റാണ്ടിൻ്റെ 8ാം വർഷമായിരുന്നു അത്. ആ മഹാത്മാ പറയുകയുണ്ടായി, എന്നെ അള്ളാഹു അടിക്കടി ഇൽഹാമു വഴി ദിവ്യ വെളിപാട് വഴി പറഞ്ഞു തരികയുണ്ടായി. മുമ്പ് വന്ന മസീഹ്നാസരി, യേശു മഷീഹ, അത് മസീ ഈസബിന് മറിയം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള. ആ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹു എനിക്ക് ഇൽഹാം മുഖേന അറിയിച്ചത്, ഇന്ന ജഅൽനാകൽ മസീഹ ഈസബിന് മറിയമ, നാം നിന്നെ മസീ ഈസബിന് മറിയമാക്കി നിശ്ചയിച്ചിരിക്കുന്നു, ഈസബിന് മറിയമിൻ്റെ പ്രതിപുരുഷനാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു എന്നെ ഇൽഹാം മുഖേന വെളിപാടുമായി അറിയിക്കണ്ടായി. 1990 കാലഘട്ടത്തിലാണ് ഈ ഒരു വിളംബരം ആ മഹാത്മാ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2ാം വരവായ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇത്തരത്തിലുള്ള വെളിപാടുകൾ നൽകിയായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു 1925 നവംബറിൽ ഡേറയിൽ ഒരു പ്രഭാഷണം നിർവഹിക്കുകയുണ്ടായി. അതിൽ ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ച സമയത്ത് ഗുജറാത്തിലുള്ള ഒരു മൗലവി ഒരുപാട് പേരോട് പറയുകയുണ്ടായി, മിർസ ഗുലാം അഹമ്മദിനെ അംഗീകരിക്കരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ മഹാത്മാവിൻ്റെ വരവിന് സമയത്ത് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ റമദാൻ മാസത്തിൽ ഉണ്ടാകുമെന്നാണ്. എല്ലാവരും അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. 19, 20, 21, 22 ഈ വർഷമൊക്കെ കഴിഞ്ഞു. 14ാം നൂറ്റാണ്ട് 11ാം വർഷം 1311 ഹിജ്റി 31 മാർച്ച് 1894 ഈ വന്ന വ്യക്തി സത്യവാനാണോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. ആ മഹാത്മാവാണെങ്കിൽ ഈ ഒരു വിളംബരം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹദ്റത്ത് മിർസ ഗുലാം അബ്ദുൽ ഖാദിയാനി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ കരങ്ങളിലോ ശക്തിയിലോ ആയിരുന്നില്ല സൂര്യ ചന്ദ്രഗ്രഹണങ്ങൾക്ക് റമദാൻ മാസത്തിൽ ഗ്രഹണം നൽകുക എന്നത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് അള്ളാഹുവിൻ്റെ പ്രവചനമാണെങ്കിൽ തീർച്ചയായും പുലരുന്നതാണ്. റമദാൻ 13 1311 ഹിജ്റിയിൽ ഈ ഖാദിയാൻ പ്രദേശത്ത് റമദാൻ മാസത്തിൽ ഈ മാസത്തിൽ തന്നെ 28ാം റമദാൻ 1311 ഹിജ്റയിൽ 1894 സൂര്യഗ്രഹണം സംഭവിക്കുകയുണ്ടായി. ഈ ദൃഷ്ടാന്തം വെളിപ്പെട്ടത് ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിക്ക് വേണ്ടിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ഇമാം മഹ്ദിയും മസീഹ് മൗഊദും ആയി വന്ന വ്യക്തി മസ്ജിദ് മുബാറക്കിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ദൃശ്യം കാണുകയായിരുന്നു. ലോകം മുഴുവൻ അതിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ആ മൗലവി ഈ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വരാം. അവർ ഇത് കണ്ടപ്പോൾ, ഇങ്ങനെ സംഭവിച്ചത് കണ്ടപ്പോൾ, ഓഹോ,
മസീഹ് ഇസ്ലാം മൽഫൂസാത്തിൽ ഈ കാര്യം വിവരിക്കുന്നുണ്ട്. മൗലവി ഗുലാം മുർത്തദ എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. ഹുസൂർ പറയുന്നു, ഒരാൾ മരിച്ചതിന് ശേഷം സംഭവിക്കുന്ന പോലെ അയാൾ മാട്ടുപ്പാവിൽ കയറി ഇനി ജനങ്ങൾ വഴിപഴിച്ചു പോകും, ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുമായിരുന്നു. അയാളായിരുന്നു ജനങ്ങളുടെ സന്മാർഗത്തിനും വഴിപഴിക്കലിനും ഉത്തരവാദി എന്ന നിലയിലായിരുന്നു പെരുമാറിയത്. അത്തരം മഹത്തായ ദൃഷ്ടാന്തമായിരുന്നു അത് സംഭവിച്ചത്. എന്നാൽ ആ വാഗ്ദത്ത മസീഹ് ആ പള്ളിയിൽ വെച്ച് പറഞ്ഞു, ആകാശം എനിക്ക് വേണ്ടി അള്ളാഹു എന്നീ ദൃഷ്ടാന്തം ഉണ്ടാക്കി, സൂര്യചന്ദ്രന്മാർ എനിക്ക് വേണ്ടി ഗ്രഹണം അവർക്ക് സംഭവിക്കുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി. മസീഹ് ഇസ്ലാം ഒരു കവിതാ ശകലത്തിൽ പറഞ്ഞു, ആകാശം എനിക്ക് വേണ്ടി നീ ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു അള്ളാഹുവെ, എനിക്ക് വേണ്ടി സാക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു, സൂര്യചന്ദ്രന്മാർക്ക് എനിക്ക് വേണ്ടി ഗ്രഹണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഇനി ഇഞ്ചീലിലേക്ക് നമുക്ക് തിരിയാം, ബൈബിളിലേക്ക്, സുവിശേഷങ്ങളിലേക്ക് തിരിയാം. യേശു മസീഹ് എന്നാണ്, യേശു മിശിഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷൻ്റെ വരവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് പ്രവചനങ്ങൾ യേശു മിശിഹ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഇതായിരുന്നു, സൂര്യൻ മങ്ങലേൽക്കും, ഇരുളടങ്ങും, അതുപോലെ ചന്ദ്രൻ അത് അന്ധകാര നിമിടമാകും, അതിൻ്റെ പ്രകാശം ഇല്ലാതാകും. സൂര്യൻ അന്ധകാര നിമിടമാകും, ചന്ദ്രൻ അതിൻ്റെ പ്രകാശം ഇല്ലാതാക്കി മാറ്റും. ഇത് സൂര്യചന്ദ്രഗ്രഹണങ്ങളെക്കുറിച്ചുള്ള അടയാളമായിരുന്നു. യേശു മിശിഹയും രണ്ടാമത്തെ വരവിനെക്കുറിച്ച്, തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച്, പ്രതിപുരുഷനെക്കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ, വളരെ സ്പഷ്ടമായ നിലയിൽ ഈ പ്രവചനം പൂർത്തിയാകുകയുണ്ടായി. 1890 മസീഹിൻ്റെ പ്രതിപുരുഷൻ ഇത് വിളംബരപ്പെടുത്തിയിട്ടുണ്ടായി. ലോകത്തിന് മുഴുവൻ മനസ്സിലായി ഇദ്ദേഹം ഇതിങ്ങനെ ഒരു വിളംബരം നടത്തിയെന്ന്. അതിന് 4 വർഷത്തിന് ശേഷം ഇത് പുലരുന്നു. ഇഞ്ചീലിൽ, ബൈബിളിൽ ഈസാ നബിയുടെ അതേ പ്രവചനം പുലരുകയുണ്ടായി. ഖുറാനിൽ പറയുന്നു, ഐനൽ മഫർ, അത് എവിടത്തേക്ക് ഒളിച്ചോടാൻ ഇവർക്ക് സാധിക്കും, ശത്രുക്കൾക്ക്. അതായത് വിവേകശാലിയായ ബുദ്ധിയുള്ള ഒരാൾ പിന്നെ എന്ത് രക്ഷപ്പെടാനാണ്? റമദാൻ മാസത്തിൻ്റെ പുണ്യമാസത്തിലാണ് നാം ഇന്നുള്ളത്. ഈ റമദാൻ മാസത്തിലുള്ള ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആലക്കും തത്തക്കും, നിങ്ങൾ തഖ്വയുള്ളവരായി, ഭയഭക്തിയുള്ളവരായി മാറുക എന്നാണ്. ഈ പുണ്യമാസത്തിലാണ് ഖുർആൻ അവതരണമായത്. സൂറ ഫാത്തിഹയിൽ ശേഷം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഹുദല്ലിൽ മുത്തഖീൻ, ഇത് ഭയഭക്തിയുള്ള തഖ്വ കൈക്കൊള്ളുന്നവർക്ക് സന്മാർഗമാണെന്ന് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത്. സൂര്യചന്ദ്രഗ്രഹണങ്ങൾ റമദാൻ മാസത്തിലുണ്ടായത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അത് വെളിപ്പെടുകയുണ്ടായി. അതുപോലെ ലോകത്തിന് മുഴുവൻ അത് അറിയപ്പെടുമാറായി. അഹമ്മദിയത്തിൻ്റെ വിരോധികൾ, ശത്രുക്കൾ നെടുങ്കൻ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് എന്തുകൊണ്ട് അവർ അള്ളാഹുവിന് വേണ്ടി ആളുകളെ വഴിപിഴപ്പിക്കുന്നു എന്ന് അവർക്ക് ഇനി ഓടി കളിക്കാൻ എങ്ങനെ സാധിക്കും? ഈ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അവർക്ക് എന്താണ് മറുപടിയുള്ളത്? ഈ ദൃഷ്ടാന്തം, ഇതിനെക്കുറിച്ചുള്ള പ്രവചനം ഈസാ നബി 2000 വർഷം മുമ്പ്, അതായത് 1900 വർഷം മുമ്പ് പ്രവചിച്ചതാണ്. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 നൂറ്റാണ്ട് മുമ്പ് ഇതിനെക്കുറിച്ച് പ്രവചിച്ചതാണ്. വിശുദ്ധ ഖുർആൻ 13 നൂറ്റാണ്ട് മുമ്പ് ഈ പ്രവചനം നടത്തിയതാണ്. വന്ന മഹദി 1890 ഞാൻ മഹദിയാണ്, മസിയാണെന്ന് ആത്മാ വിളംബരപ്പെടുത്തി. റസൂലുള്ളാഹിയെ പിൻപറ്റിക്കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ദാസത്വത്തിലാണെന്ന് പറയുന്നുണ്ട്. 4 വർഷത്തിന് ശേഷം അതേ ദൃഷ്ടാന്തം പുലർത്തുന്നു. ഇത് മിർസ ഗുലാം മുഹമ്മദിൻ്റെ കൈകളിലായിരുന്നോ ഈ കാര്യം ഉണ്ടായിരുന്നത്? ശക്തിയിലാണ് ഉണ്ടായിരുന്നത്. എന്തിനാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തെ നിഷേധിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം മഹത്തായ ദൃഷ്ടാന്തത്തിൽ മേൽ മറിയിടാൻ അവർ എന്തിനാണ് ശ്രമിക്കുന്നത്? എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അല്ലയോ എൻ്റെ മുസ്ലിം സഹോദരന്മാരെ, റമദാൻ്റെ പുണ്യമാസം എല്ലാ വർഷവും വരുന്നുണ്ട്. നിങ്ങളെ അത് അനുസ്മരിപ്പിക്കുന്നത്, ഓർമ്മ പുതുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ, വിശുദ്ധ ഖുർആൻ ഈ പുണ്യമാസത്തിൽ, ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാം ഈ പുണ്യമാസത്തിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങളെക്കുറിച്ച് വിളംബരപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ 134 തവണ നിങ്ങൾ അത് കാണുകയുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിൽ റമദാൻ 134 തവണ വന്നു. എല്ലാ റമദാൻ നിങ്ങളോട് പറയുന്നത് ആ പ്രവചനം പുലർന്നു എന്നാണ് വിളിച്ചോതുന്നത്. വരാനിരിക്കുന്ന വന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക, അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൗർഭാഗ്യം നിങ്ങളെ പിന്തുടരാതെ പിടികൂടുന്നതായിരിക്കും. ഇന്ന് ലോകത്തുള്ള ആ മുസ്ലിങ്ങളുടെ അവസ്ഥ നിങ്ങളത് മാറുന്നത്, നിങ്ങൾ വന്ന മഹദിയെ നിങ്ങൾ സ്വീകരിക്കുന്നത് വരെ അത് മാറുന്നതായിരിക്കില്ല.
അതുപോലെ തന്നെ അദ്ദേഹത്തെ അയച്ച അള്ളാഹുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നവരെ അപ്പോഴും പറയുമല്ലോ. ഞങ്ങൾക്ക് ദുആ ചെയ്യാനുള്ളത്, അള്ളാഹു നിങ്ങളെ ഈ കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്ത ഇത്ര മഹത്തായ ദൃഷ്ടാന്തത്തിൻ്റെ ആവിർഭാവത്തിൽ നിങ്ങൾ വെളിപാടിൽ നിന്ന് നിങ്ങൾ പ്രയോജനം എടുക്കണമെന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് മഖ്തൂം മസീഹ് തിരിച്ചറിയാൻ സാധിക്കണം. ജസാക്കുമുല്ലാഹു വസൽ ജസാ. അല്ലാഹു തആല വസൻ ജസാ. ഒരു ടെലിഫോൺ കോളിൽ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരിഫുസമാൻ സാഹിബാണ് നമ്മുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും ആരിഫുസമാൻ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചോദ്യം ഇതാണ്: ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷവും സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ആ ഒരു സൂര്യചന്ദ്രഗ്രഹണം അത് എങ്ങനെയായിരിക്കും അടയാളമാകുന്നത്? ജസാക്കുമുല്ലാ. ഞാൻ ബഹുമാനപ്പെട്ട കെ താരിഖ് അഹമ്മദ് സാഹിബിനോട് അപേക്ഷിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹ് ഇസ്ലാമിൻ്റെ അടയാളമായിട്ട് റമളാൻ മാസത്തിൽ ഒരു സൂര്യചന്ദ്രഗ്രഹണത്തിൻ്റെ സംബന്ധിച്ച് അടയാളം പറഞ്ഞിരിക്കുന്നു. അത് ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സത്യതയ്ക്ക് ആയിട്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇവരുടെ ചോദ്യം ഇതാണ്: ലോകമുണ്ടായതിനു ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും പല അവസരങ്ങളിലും സൂര്യചന്ദ്രങ്ങളുടെ ഗ്രഹണം അത് റമളാൻ മാസം നടന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ഒരു അടയാളമാവുക എന്ന്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഈ ഹദീസിൽ അതിൻ്റെ വാക്കുകൾ, അതിൻ്റെ വിശദീകരണം അത് ഞാൻ പറയാൻ പോവുകയായിരുന്നു. എനിക്ക് നൽകാനിരുന്ന ചോദ്യത്തിൽ തന്നെ എന്തായാലും ഞാൻ ചുരുക്കത്തിൽ അതിനുള്ള ഉത്തരം നൽകാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സോളാർ കാലണ്ടർ അത് അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും 7 ഗ്രഹണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് സൂര്യചന്ദ്രങ്ങൾ കൂട്ടിക്കൊണ്ട് 7 ഗ്രഹണങ്ങൾ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജമാഅത്ത് അഹമ്മദിയുടെ ഒരു നല്ലൊരു സയൻറ്റിസ്റ്റ്, ആസ്ട്രോളജർ ഹാഫിസ് സാലിഹ് അലാദ്ദീൻ സാഹിബ് ഇത് സംബന്ധമായ വളരെ റിസർച്ച് നടത്തിയിരിക്കുന്നു. 1994 അദ്ദേഹം തൻ്റെ ആ ഒരു റിസർച്ച് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, റമദാൻ മാസത്തിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ അത് 22 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത് നടക്കാൻ സാധ്യമാവുകയുള്ളൂ. 22 വർഷങ്ങൾക്ക് ശേഷം അത് 2 പ്രാവശ്യം വരെ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ റമദാൻ മാസം നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രവചനം അതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ളൊരു കാര്യമാണുള്ളത്. ആ ഹദീസിൽ എന്താണ് വാക്കുകൾ വന്നിട്ടിരിക്കുന്നത്? അതിൽ സൂര്യചന്ദ്രഗ്രഹങ്ങളുടെ ആ ഒരു ഡേറ്റുകളും കറക്റ്റായി പറഞ്ഞിരിക്കുന്നു. വെറും റമദാനിൽ ഒരു സൂര്യചന്ദ്രഗ്രഹണം നടക്കുമെന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ചന്ദ്രൻ്റെ ഗ്രഹണത്തിൻ്റെ ദിവസങ്ങൾ, അതായത് 13, 14, 15 ദിവസങ്ങളിൽ, അതുപോലെ തന്നെ സൂര്യൻ്റെ ഗ്രഹണം നടക്കുന്ന ദിവസങ്ങൾ 27, 28, 29 ദിവസങ്ങൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റുകളും പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഡേറ്റുകളും പറഞ്ഞിരിക്കുന്നു. വിശദീകരണം ഇതിൽ കൂടുതൽ ഇതും കൂടിയാണ്. ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന ലി മഹദീന. അറബി ഭാഷയിൽ ലാമ ഇഫാദിയത്ത് എന്നാണ് അറബിയിൽ പറയുന്നത്. ഇന്ന ലി മഹദീന എന്നതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മഹദി അദ്ദേഹം വാദിക്കുന്നതാണ്. ആ ഒരു വാദത്തിന് ശേഷം അദ്ദേഹം ഈ ഒരു അടയാളം അദ്ദേഹത്തിൻ്റെ സത്യതയ്ക്ക് വേണ്ടി അദ്ദേഹം വെക്കുന്നതാണ് എന്ന്. എങ്ങനെയാണ് ഈ ഒരു പ്രവചനം പൂർത്തിയായത് എന്ന് താങ്കൾ നോക്കുക. റമദാൻ മാസത്തിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ നടക്കുക എന്നുള്ളത് അത് 22 വർഷങ്ങൾക്ക് ശേഷം അത് നടക്കാൻ സാധ്യമാവുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ മുകളിൽ അതിൻ്റെ കൃത്യമായ ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നു. ഹാഫിസ് സാലിഹ്
സാലി അഹമ്മദ് സാഹിബ് പറഞ്ഞിരിക്കുന്നു, ഈ ഡേറ്റുകളിൽ അത് കറക്റ്റായി അത് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ നടക്കും എന്ന് പറയാൻ സാധ്യമാകുന്നത് അത് വെറും നൂറ്റാണ്ടുകൾ ഒരു പ്രാവശ്യം നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇമാം മഹദി ആ ഒരു അവസരത്തിൽ ഉണ്ടാകും. ആ ഒരു ഇമാം മഹദി അത് വാദിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്ത്. എന്നിട്ട് ആ അദ്ദേഹത്തിൻ്റെ വാദത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിയും, ലോകം മുഴുവൻ അദ്ദേഹത്തിന് പ്രശസ്തി ലഭിക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു അടയാളം വെളിവാവുക. ആ ഒരു അവസരത്തിൽ ഈ ഒരു രണ്ട് അടയാളത്തെ തൻ്റെ സത്യതക്കായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതാണ്. ലി മഹദീന എന്നുള്ള വാക്കിൽ ഈ കാര്യമാണുള്ളത്. അപ്പോൾ ഈ എല്ലാ മൂന്ന് കാര്യങ്ങളും നാം മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് ഇതിൽ പ്രത്യേകതയുണ്ട്. ഹാഫിസ് ഡോക്ടർ സാലി അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദത്തിന് ശേഷം, വരവിന് ശേഷം പല അവസരങ്ങളിൽ റമദാനിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഖാദിയാനിൽ ആ ഒരു ഗ്രഹണം അത് സംഭവിക്കുക എന്നുള്ളത് അതും വളരെ അനിവാര്യമായ കാര്യമായിരുന്നു. വാദിച്ച ആൾ ഒരു സ്ഥലത്തും അത് ആ ഒരു അടയാളം പൂർത്തിയായത് മറ്റൊരു സ്ഥലത്തും ആവുകയാണെങ്കിൽ അത് ശരിയാവുകയില്ല. അപ്പോൾ ഈ എല്ലാ പ്രത്യേകതകളും ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഈ കാര്യത്തിലുണ്ട്. ഹാഫിസ് ഡോക്ടർ സാലി അലായുദ്ദീൻ സാഹിബ് പറയുന്നു, അത് നൂറ്റാണ്ടുകളിൽ 3 പ്രാവശ്യം മാത്രം ഇത് ഉണ്ടാകാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളത്. ഇങ്ങനെയുള്ള അടയാളം ഈ എല്ലാ കാര്യങ്ങളും നാം മുന്നിൽ വെക്കുമ്പോൾ വളരെ അധികം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ സലാത്ത് ചൊല്ലാൻ നമുക്ക് തോന്നുന്നു. എത്രത്തോളം വളരെ വിശദീകരിച്ചുകൊണ്ട് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു അടയാളത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഐനൽ മഫർ എന്ന് ഖുറാനിൽ വന്നതുപോലെ തന്നെ, അതായത് ശത്രുക്കൾക്ക് ഇതിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വരുമെന്ന്. ജസാഖുല്ലാഹു ഖൈറൻ. ഹദീസിൽ പറഞ്ഞത് ഇന്നലി മെഹദീനി ആയത്തിന് ലം തക്കൂന, ഗ്രഹണമുണ്ടാകുക എന്നത് അതിന് രണ്ടാമത്തെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ, ദ്വിതീയ സ്ഥാനമേ ഉള്ളൂ. ലം തക്കൂന, ഈ ഒരു ദൃഷ്ടാന്തം മറ്റാർക്കും വേണ്ടി തെളിവായില്ല എന്നാണ്. യക്കൂന എന്നാണ് പറഞ്ഞത്. ഇത് ഗ്രഹണം ഉണ്ടാകുമെന്നല്ല, ഗ്രഹണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ആയത്തൈനി, അതായത് ദൃഷ്ടാന്തമായി മാറുക എന്നതാണ് മഹദിക്ക് വേണ്ടി പ്രത്യേകപ്പെട്ട കാര്യം. അത് ആർക്കും വേണ്ടി ഉണ്ടായിട്ടില്ല. ഇവിടെ താരിഖ് സാഹിബ് പറഞ്ഞു, ആദ്യം അദ്ദേഹം വിളംബരപ്പെടുത്തും, അത് ദൃഷ്ടാന്തം എന്നോണം, മഹാത്മാവിൻ്റെ ദൃഷ്ടാന്തം വേണം, ഇത് നടക്കുമെന്നാണ്. ജസാഖുല്ലാഹ്. അടുത്ത ചോദ്യം മൗലാന കെ താരിഖ് സമീർ സാഹിബിനോടാണ്. താങ്കളും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യചന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വെളിപാടിനെ സംബന്ധിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്? ജസാഖുമുല്ലാഹു തആല. ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന മഹദിയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രവചനങ്ങൾ നൽകിയിരിക്കുന്നു. ഏതുവരെ എന്നാൽ ആ വരുന്നവനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ എല്ലാ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി പറഞ്ഞിരിക്കുന്നു. ആ എല്ലാ പ്രവചനങ്ങളിൽ വലിയൊരു പ്രവചനം, മനുഷ്യൻ്റെ കൈകടത്തൽ സാധ്യമാവാത്തൊരു അടയാളം, മനുഷ്യൻ ഒരു വിധത്തിലും അത് സ്വന്തം പ്രകടമാക്കാൻ സാധ്യമാവാത്ത ഒരു അടയാളം, വെറും അള്ളാഹുവിൻ്റെ ആ ഒരു പ്രതാപം അത് പ്രകടമാക്കുന്ന ഒരു അടയാളം, അത് സൂര്യചന്ദ്ര ഗ്രഹണത്തിൻ്റെ അടയാളമാണ്. ഇന്ന് സയൻസിൻ്റെ ലോകം വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. കാലാവസ്ഥയെ സംബന്ധിച്ചും ആൾക്കാർ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു, പ്രവചിക്കുന്നു. പക്ഷേ ആ സമയത്തും അതിനെ സംബന്ധിച്ച് നാം കാണുന്നു 50% ആ ഒരു പ്രവചനങ്ങളും തെറ്റായി പോകുന്നു. ചിലപ്പോൾ പറയാറുണ്ട് നാളെ മഴ പെയ്യുമെന്ന്, പക്ഷേ മഴ പെയ്യാറില്ല ചില സമയത്ത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് 1400 വർഷങ്ങൾക്ക് മുന്നേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു ആകാശീയ അടയാളത്തെ സംബന്ധിച്ച് പ്രവചിക്കുകയാണ്. അതിൻ്റെ പ്രതാപത്തോടു കൂടി അത് പൂർത്തിയാവുകയുണ്ടായി. പ്രവചനത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നലി മഹദീന ആയത്തൈനി
ലം തകൂന മുൻദു ഖൽഖിസ് സമാവാതി വൽ അർള് യൻകസിഫുൽ ഖമറ ലി അവ്വലി ലൈലത്തിൻ മിനർ റമളാൻ വതൻകസിഫു ശംസു ഫി നിസ്ഫി മിൻഹു ലം തകൂന മുൻദു ഖൽഖിസ് സമാവാതി വൽ അർള്. ഈ ഒരു ഹദീസ് ഇത് സൂൻ ദാറുൽ ഖുത്നി ബാബ് ഈദൈനിലാണുള്ളത്. ഇതിൻ്റെ തർജ്ജമ എങ്ങനെയാണ്? നമ്മുടെ മഹദിക്ക് വേണ്ടി 2 അടയാളങ്ങളാണുള്ളത്. ആകാശഭൂമികൾ ഉണ്ടായത് മുതൽ ഇത്തരത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. അതായത് ഒരേ റംസാൻ മാസത്തിൽ ചന്ദ്രഗ്രഹണത്തിനായി നിശ്ചയിക്കപ്പെട്ട രാത്രികളിൽ പ്രഥമ രാത്രിയിൽ, അതുപോലെ തന്നെ ചന്ദ്രൻ സൂര്യഗ്രഹണത്തിനായി നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ മധ്യനാളിൽ സൂര്യനും ഗ്രഹണം ഉണ്ടായിരിക്കുന്നതാണ്. ആകാശഭൂമികൾ ഉണ്ടായത് മുതൽ ഇത്തരത്തിലുള്ള സംഭവം ഒരു ദൈവനിയുക്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ ലക്ഷക്കണക്കിന് സലാത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ചെറിയൊരു ഹദീസിൽ വളരെയധികം അടയാളങ്ങൾ പറഞ്ഞിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിൻ്റെ വാക്കുകൾ നാം നോക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം, സൂര്യചന്ദ്രൻ്റെ ആ ഒരു ഗ്രഹണം ഒരു മാസത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് റമളാൻ്റെ മാസമായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഗ്രഹണം സംഭവിക്കുന്ന രാത്രികളിൽ ഒന്നാമത്തെ രാത്രിയിലും സൂര്യന് ഗ്രഹണം നൽകുന്ന രാത്രികളിൽ നടുവിലെ രാത്രിയിലും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് മഹദിക്ക് വേണ്ടി വാദിക്കുന്ന ആളും ഉണ്ടായിരിക്കും. ആ വ്യക്തി ഈ അടയാളങ്ങളെല്ലാം തൻ്റെ സത്യതയ്ക്കായിട്ടുള്ള അടയാളമായിക്കൊണ്ട് പറയുന്നതാണ്. ഈ 5 അടയാളങ്ങൾ ലം തകൂന മുൻദു ഖൽഖി സമാവാതി വൽ അർള് എന്നുള്ള കാര്യത്തിലാണുള്ളത്. അതായത് ഇങ്ങനെ ഈ എല്ലാ അടയാളവും ഒരു ദൈവനിയുക്തിന് വേണ്ടിയിട്ട് അള്ളാഹു ഒരിക്കലും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് വലിയൊരു പ്രവചനമാണുള്ളത്. വളരെ വ്യക്തമായിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സത്യതയ്ക്കുള്ള തെളിവ് അള്ളാഹു സൂര്യചന്ദ്ര മുഖാന്തരം അത് വെളിവാക്കുകയുണ്ടായി. ഈ ഹദീസിൽ പ്രത്യേകമായിട്ട് സൂര്യചന്ദ്രഗ്രഹണത്തെ സംബന്ധിച്ച് അതിന് മനസ്സിലാക്കേണ്ട കാര്യമാണുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ ഭൂമി അത് സൂര്യനും ചന്ദ്രനും ഒരു ലൈനിലുണ്ടാകുമ്പോൾ, ഒരു വരയിലുണ്ടാകുമ്പോഴാണ്, അപ്പോഴാണ് ഗ്രഹണം സംഭവിക്കുക. രണ്ടാമത്തെ കാര്യം ഇതാണ്, ചന്ദ്രഗ്രഹണത്തിന് വേണ്ടിയിട്ട് ഫുൾ മൂണ് ആവേണ്ടത് വളരെ നിർബന്ധമാണ്. സൂര്യഗ്രഹണത്തിന് വേണ്ടിയിട്ട് പുതിയ മൂണ്, ന്യൂ മൂൺ ആവേണ്ടത് നിർബന്ധമാണ്. സൂര്യനും ചന്ദ്രനും ഇടയിലും ഭൂമി വരുമ്പോൾ, അതായത് സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് പ്രകാശം വരാതിരിക്കുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടായിരിക്കുന്നത്. ചന്ദ്രൻ്റെയും ഭൂമിയുടെ ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുക. ഇത് വളരെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയേണ്ട കാര്യമാണ്. ഈ ഒരു സംഭവം അതായത് ഈ എല്ലാ കാര്യങ്ങളുടെയും ഈ 5 ഡിഗ്രിയുടെ ഒരു വ്യത്യാസമാണുള്ളത്. ഭ്രമണപഥത്തിൻ്റെ ഒരു സോളാർ ഇയറിൽ 7 പ്രാവശ്യം ഗ്രഹണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആസ്ട്രോളജർമാർ പുതിയ ചന്ദ്രനത്തിൻ്റെ തുടക്കം മുതലാണ്, അമാവാസ ദിവസം മുതലാണ് ചന്ദ്ര കലണ്ടർ തുടങ്ങുന്നത്. ഇത് വളരെയധികം ചുരുങ്ങിയ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇതിന് ശേഷം ഹദീസിൻ്റെ വാക്കുകൾ നാം നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നു, യൻകസിഫുൽ ഖമറു ലി അവ്വലി ലൈലത്തി മിൻ റമളാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രൻ്റെ ഗ്രഹണത്തിന് വേണ്ടിയിട്ട് അനിവാര്യമാണ് ഫുൾ മൂൺ ആവേണ്ടത്. ഫുൾ മൂൺ ആകുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവാൻ സാധ്യമുള്ളത്. ചന്ദ്രഗ്രഹണത്തിന് വേണ്ടിയിട്ട് പൂർണ്ണ ചന്ദ്രൻ്റെ ദിവസങ്ങൾ ഏതൊക്കെയാണ്? അത് 13ാമത്തെ ഡേറ്റ്, 14ാമത്തെ ഡേറ്റ്, 15ാമത്തെ ഡേറ്റുകളാണ്. ഈ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവ്വലി ലൈലത്തിൽ റമളാൻ എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ്റെ ആ ഒരു ഗ്രഹണം നടക്കുന്ന ആ ഒരു ദിവസങ്ങളിൽ അതിൽ 1ാമത്തെ ദിവസമായിരിക്കും ലി അവ്വലി ലൈലത്തിൽ റമളാൻ. ഇതുപോലെ തന്നെ
സൂര്യഗ്രഹണത്തെ സംബന്ധിച്ച് അതിന് പുതിയ ചന്ദ്രനാവേണ്ടത് നിർബന്ധമാണ്. അമാവാസ ദിവസമാണ് നിർബന്ധമാണ്. അത് 27, 28, 29 ദിവസങ്ങളായിരിക്കും ആ ഒരു ദിവസങ്ങൾ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ 28ാമത്തെ ദിവസമായിരിക്കും. കാരണം ഫിനിസ്വ മിൻഹു ആ ഒരു നടുവിലുള്ള രാത്രിയായിരിക്കും നടുവിലുള്ള ദിവസമായിരിക്കും ആ ഒരു ഗ്രഹണം സംഭവിക്കുക എന്ന് പറയുകയുണ്ടായി. വളരെയധികം വിശദമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. ഈ 2 അടയാളങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ അത് എപ്പോഴാണ് പൂർത്തിയാവുക എന്ന് വ്യക്തമായിട്ട് ഡേറ്റുകളും പറഞ്ഞു തന്നിരിക്കുന്നു. ഒന്നാമത്തെ ആക്ഷേപം എന്താണ് വരുന്നത്? റമളാൻ്റെ മാസത്തിൽ 1ാമത്തെ ഡേറ്റിൽ തന്നെ ചന്ദ്രൻ നടക്കണമായിരുന്നു. അത് 1ാമത്തെ റമളാനിൽ തന്നെ ചന്ദ്രഗ്രഹണം ഉണ്ടാവണമെന്ന് പറയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സയൻസിൻ്റെ എതിരെയാണ് ഈ കാര്യം എന്നുള്ളത്. അത് 1ാമത്തെ രാത്രി തന്നെ ഫുൾ മൂൺ വളരെ അനിവാര്യമാണ്. അപ്പോൾ ഫുൾ മൂൺ അല്ലാത്തൊരു ദിവസം എങ്ങനെയാണ് അത് ചന്ദ്രഗ്രഹണം നടക്കുക? അപ്പോൾ 1ാമത്തെ റമളാനിൽ ഒരിക്കലും അത് ചന്ദ്രഗ്രഹണം ഉണ്ടാകാൻ സാധ്യമാവുന്ന കാര്യമല്ല. അറബി വാക്കുകൾ നാം നോക്കുകയാണെങ്കിൽ യൻകഫസുൽ ഖമർ എന്നാണ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഖമർ എന്നുള്ള വാക്കിൻ്റെ അതിനർത്ഥം അത് പൂർണ്ണമായിട്ടുള്ള ചന്ദ്രനാണ് ഖമർ എന്നുള്ളത്. ഹിലാൽ എന്നാണ് അമാവാസ ദിവസത്തിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ ചന്ദ്രനെ പറയുന്നത്. അപ്പോൾ റംലാൻ്റെ 1ാമത്തെ ദിവസം എങ്ങനെയാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക? ഗ്രഹണം സംഭവിക്കേണ്ട ആ ഒരു ദിവസങ്ങളിൽ അതിൽ 1ാമത്തെ ദിവസമായിരിക്കും നടക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഒരു ആക്ഷേപം എങ്ങനെയാണ്, ഈ ഒരു അടയാളം സൂര്യചന്ദ്രഗ്രഹത്തിൻ്റെ അടയാളം അത് പല വർഷങ്ങളിലും അത് നാം കാണുന്നുവെന്നും റമളാൻ മാസത്തിലും നാം കാണുന്നു എന്നെല്ലാം പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഹദറത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അടയാളത്തിന് സത്യതയ്ക്ക് തെളിവാകുന്നതെന്ന് പറയുന്നു. അത് സംബന്ധമായിട്ട് ഞാൻ കോളറിൻ്റെ ചോദ്യത്തിന് ഉത്തരത്തിന് പറയുകയുണ്ടായി. ലം തകൂന മുൻദു ഖൽഖി സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിപ്പിന് ശേഷം ഇങ്ങനെ ഒരു അടയാളം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അതായത് ആ സമയത്ത് വാദിക്കുന്ന ഒരു വ്യക്തി ആവശ്യമാണ്, ദൈവനിയുക്തൻ ആവശ്യമാണ്. ആ ദൈവനിയുക്തൻ തൻ്റെ അടയാളമായിക്കൊണ്ട് ആ ഒരു അടയാളത്തെ പറയുന്നതാണ്. ഇത് ഹദറത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. ആക്ഷേപം ഇതും കൂടിയാണ്. ഹസ്രത്ത് ഇമാം ബാക്കിർ മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു തആലയുടെ ഭാഗത്തു നിന്നുള്ള റിവായത്താണ് അത്. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് ഈ റിവായത്ത് എത്തുന്നില്ല എന്ന് ചില ആൾക്കാർ ഈ ഹദീസിൻ്റെ എന്നെ പറയുന്നു. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടല്ല എന്ന് പറയുന്നു. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഹസ്രത്ത് ഇമാം ബാക്കിർ മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു ഇത് അഹ്ലെ ബൈത്തിലൊരു വ്യക്തിയാണ്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആലയുടെ മകനാണ് ഇദ്ദേഹം. ഹസ്രത്ത് അലി അതിന് ഫാത്തിമയുടെയും മക്കളിൽപ്പെട്ടവരാണ്. അപ്പോൾ അഹ്ലെ ബയ്യത്തിൽ വന്ന ഒരു ഹദീസാണിത്. അപ്പോൾ അവർക്കറിയാം അഹ്ലെ ബയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലെ ബയ്യത്ത് പറഞ്ഞൊരു കാര്യം അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ കാര്യം എത്തിക്കുക നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വന്തം വീടാണത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ നിന്നൊരു കാര്യം വരുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുള്ള കാര്യമാണത്. ഈ ഒരു ഹദീസിൻ്റെ സത്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവതാണ്. ആ ഒരു ഹദീസ് അത് ബലഹീനമാണോ അത് സുദൃഢമാണെന്നുള്ള നോക്കുന്നതിൻ്റെ മുന്നേ ആദ്യത്തെ കാര്യം എന്താണ്, ഖുർആൻ എന്താണ് പറയുന്നതാണ് നോക്കേണ്ടത്. ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നാം കേൾക്കുകയുണ്ടായി. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, അതിൽ സൂര്യചന്ദ്രഗ്രഹണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ഹദീസ് അത് ബലഹീനമല്ല, പക്ഷേ സുദൃഢമായിട്ടുള്ള ഹദീസാണ്. മറ്റുള്ള കാര്യം ഇതാണ്, ഈ ഒരു ഹദീസ് ഒരു പ്രവചനമുള്ളൊരു ഹദീസ്. ആ ഒരു പ്രവചനം അത് അതിൻ്റെ സമയത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഹദീസിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യം അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് പറയേണ്ടി വരും. കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വലാ യുദ്ഹിറു അഹദൻ ഇല്ലാ മൻ ഇർതദാ മിനർ റസൂൽ. അതായത് അള്ളാഹു തൻ്റെ അറിവുകൾ, അതായത് മറഞ്ഞടക്കുന്ന അറിവുകൾ, ഗൈബിൻ്റെ അറിവുകൾ അത് നബിമാരിൽ മാത്രമാണ് വെളിപ്പെടുത്തുന്നതെന്ന്. അപ്പം ഇത്രയുള്ള ഒരു അടയാളം, അത് പൂർത്തിയായൊരു അടയാളം, അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പറഞ്ഞത് എന്ന് പറയുന്നത് അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കള്ളവാദി എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആ ഒരു അറിവ് നൽകിയത് അള്ളാഹുവാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഒരു പ്രവചനം
അത് അതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ വളരെ പ്രതാപത്തോടുകൂടി പൂർത്തിയാവുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹദ്റത്ത് മുസ്ലിം ഇസ്ലാം വളരെയധികം സൂക്ഷ്മമായിക്കൊണ്ട് വളരെയധികം പ്രതാപത്തോടു കൂടി ഒരു പ്രവചനം നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റു ഒരു സ്ഥലത്തും കാണാത്ത ഒരു പ്രത്യേകത നമുക്ക് ഈ ഒരു പ്രവചനത്തിൽ നാം കാണുന്നു. അപ്പോൾ ഈ ഒരു പ്രവചനത്തിനെ മനസ്സിലാക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. മഹദിയെ സ്വീകരിക്കേണ്ട ആവശ്യമാണ് ഇപ്പോഴുള്ളത്. ഇസ്ലാമിൻ്റെ വിജയം ഈ ഒരു മഹദിയോടൊപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ മുമ്പത്തെ മുസ്ലിമൊക്കെ മസീഹ് ഇസ്ലാമിനെ വിശ്വസിക്കാൻ ജസാക്കുമുല്ലാഹു തആല വാസിൽ ജസാ. മാന്യ പ്രേക്ഷകരെ, ഒരു ചോദ്യം ടെക്സ്റ്റ് മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്. അഹമ്മദുൽ മുസഫർ സാഹിബയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അതിവിടെ വായിച്ച് കേൾപ്പിക്കാം. എഴുതുന്നു: പ്രവചനമനുസരിച്ച് മഹദിയുടെ വെളിപ്പാട് എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ടിലായിരിക്കും. ഹസ്രത്ത് മസീഹ് ഇസ്ലാം 18-ാം നൂറ്റാണ്ടിലാണല്ലോ വാദം ഉന്നയിച്ചത്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുക? മൗലാന ഹമീദ് കൗസ് സാഹിബിനോടാണ് ചോദ്യം. ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യം 18-ാം നൂറ്റാണ്ടിലാണ് വാദം ഉന്നയിച്ചത് എന്നതാണ്. ഇത് ക്രിസ്തബ്ദം അനുസരിച്ചാണ് 18-ാം നൂറ്റാണ്ട് ആകുന്നത്. ഇവിടെ പ്രവചനങ്ങളൊക്കെ തന്നെ ഹിജ്റ വർഷം, അതായത് ഹിജ്റ കമരി ചന്ദ്രവർഷം അനുസരിച്ചാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം, മിർസ ഗുലാം മുഹമ്മദ് അൽ ഖാദിയാനി അലൈഹി ഇസ്ലാം 13-ാം നൂറ്റാണ്ട് ഹിജ്റി വർഷത്തിൻ്റെ പകുതിയിലാണ് ഉണ്ടായത്. ഷവ്വാൽ 14 1250 ഹിജ്റിയിലാണ്. 13-ാമത്തെ നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് അദ്ദേഹം ജന്മം കൊള്ളുന്നത്. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് അൽ ഖാദിയാനി അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം ഇപ്രകാരം വിളംബരപ്പെടുത്തി. 1890 ആയിരുന്നു അത് ക്രിസ്തബ്ദം. എന്നാൽ ഹിജ്റ വർഷം 1308, അതായത് 14-ാം നൂറ്റാണ്ടിൻ്റെ 8-ാമത്തെ വർഷമാണ് ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഈ ഒരു വിളംബരം നടത്തിയത്. അതായത് അള്ളാഹു എന്നെ മസീഹായിട്ട്, വാഗ്ദത്ത മസീഹായിട്ട് നിശ്ചയിച്ചിരുന്നു. ഇന്നാ ജഅൽനാക മസീഹ ഈസ ഇബ്നു മറിയം എന്ന് വെളിപ്പെടുത്തപ്പെട്ടത്. അതായത് നാം നിന്നെ മസീഹ് ഈസ ഇബ്നു മറിയമായി നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ പറയപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹിജ്രി കമറിയുടെ അടിസ്ഥാനത്തിലാണ്, ക്രിസ്തബ്ദം അനുസരിച്ചല്ല. ഈ 14-ാം നൂറ്റാണ്ടിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ സൂചനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇവിടെ ഇത്ര വ്യക്തമായി പറയാനുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. വളരെ ചുരുങ്ങിയ നിലയിൽ ഞാനിവിടെ അവതരിപ്പിക്കാം. മൂസവി പരമ്പരയും അതുപോലെ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പരയും തമ്മിൽ ഒരു സാമ്യമുണ്ട്, ഒരു സാദൃശ്യമുണ്ട്. ഹദ്റത്ത് മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം 13 നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ 14-ാം നൂറ്റാണ്ടിൻ്റെ തലക്കൽ അദ്ദേഹത്തിൻ്റെ മസീഹ് ഈസ ഇബ്നു മറിയം ആവിർഭവിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലയസ്തഖ്ലഫന്ന ഫിൽ അർദ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവചനമുണ്ടായിരുന്നത് ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് ശേഷം 13 നൂറ്റാണ്ട് കഴിഞ്ഞാൽ 14-ാം നൂറ്റാണ്ട് തലക്കൽ ഇമാം മഹദി മസീഹ് മൗഊദ് വെളിപ്പെടും എന്നാണ് പ്രവചനമുള്ളത്. ഇവിടെ മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെടാം. 1450-ാമത്തെ വർഷമാണിത്. 15-ാമത്തെ നൂറ്റാണ്ടിൽ 50 വർഷം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. ഇങ്ങനെ പറയുന്നവർ, 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇമാം മഹദി വരുമെന്ന് പറയുന്നവർ, മസീഹ് മൗഊദ് 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വരുമെന്ന് പറയുന്നവർ, എല്ലാ റമദാനും വന്നിട്ട് ഈ ചോദ്യമാണ് നമ്മോട് ചോദിക്കുന്നത്. ഹദ്റത്ത് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ആ 14-ാം നൂറ്റാണ്ടിൻ്റെ തലക്കൽ വരുന്ന ആ മഹദി എവിടെയാണുള്ളത്, എവിടെയാണ് വന്നിട്ടുള്ളത്? ഇപ്പോൾ 15-ാം നൂറ്റാണ്ടിൻ്റെ 45 വർഷം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറയും ഇന്ന് വരും, നാളെ വരും, ഇന്ന് വരും, നാളെ വരും. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രവചനങ്ങളെയും ഇവർ എന്തിനാണ് വ്യാജപ്പെടുത്തുന്നത്, കളവാക്കുന്നത്? ഇവർ മുസ്ലിങ്ങളാണെങ്കിൽ ഇവർക്ക് ഇത് ഭൂഷണമല്ല, ഇവർക്ക് ഇത് ചേരുന്നതല്ല. ചന്ദ്രവർഷം അനുസരിച്ച് കൃത്യമായി വന്ന വ്യക്തിയെ ഇവർ അംഗീകരിക്കേണ്ടതുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായ നിലയിൽ പറയുകയുണ്ടായി, വക്ത് താ വക്ത് മസീഹ ന കിസി ഓർ ക വക്ത് മേന ആത്ത तो कोई और ही आया होता. ഇത് മസീഹിൻ്റെ സമയമാണ്, മസീഹ് വരേണ്ട കാലഘട്ടമാണ് 14-ാം നൂറ്റാണ്ട്.
നിങ്ങൾ എന്നെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത്? ഞാൻ വന്നിട്ടില്ലെങ്കിൽ അള്ളാഹു വേറെ ആരെങ്കിലും ഈ പ്രവചനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അയക്കുമായിരുന്നു, കൃത്യസമയത്ത് അയക്കുമായിരുന്നു. ഇവിടെ ഞാൻ എന്നുള്ളതല്ല വിഷയം, സമയമാണ് വിഷയം. നിങ്ങൾ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ നൗസുബില്ല നിങ്ങൾ സത്യവാനാണെന്ന് കരുതുന്നില്ലെങ്കിൽ സത്യവാനായ വ്യക്തി ആരാണ്? ഉമ്മത്ത് അംഗീകരിക്കേണ്ട ആ സത്യവാൻ ആരാണ്? ഇദ്ദേഹത്തെ ഇവർ അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാൻ അനുവദിക്കുന്നുമില്ല. അള്ളാഹു ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സത്യാത്മാക്കൾക്ക്, ഭയഭക്തിയുള്ളവർക്ക് അള്ളാഹു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. അവർ ജമാഅത്തിൽ പ്രവേശിച്ച് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യം അംഗീകരിക്കുന്നവരാണ്. ജസാക്കല്ലാഹു ഖൈറൻ. രണ്ടാമത്തെ ചോദ്യം മൗലാന ഹമീദ് ഖുസ്രു സാഹിബിനോട് തന്നെയാണ്. സൂര്യചന്ദ്രഗ്രഹണം സംബന്ധിച്ച് അത് എപ്പോഴാണ് പൂർത്തിയായത്? ഹദ്റത്ത് മസീഹ് ഇസ്ലാം സത്യതയ്ക്കുള്ള തെളിവായി എങ്ങനെയാണ് മാറുന്നത്? ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണം ഇപ്പോൾ തന്നു കഴിഞ്ഞു. 1-2 കാര്യങ്ങൾ കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. നിങ്ങളുടെ ചോദ്യം എപ്പോഴാണ് ഇത് പൂർത്തിയായത് എന്നാണ്. ഹദീസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ലി അവലി ലൈലത്തിൻ മിൻ റമദാൻ. അത് റമദാൻ്റെ ആദ്യ രാത്രി, പ്രഥമ രാത്രി എന്നാണ് പറഞ്ഞത്. പ്രഥമ രാത്രി എന്ന് പറയുന്നത് 13ാമത്തെ രാത്രിയാണ്. അറബി വളരെ ഗഹനമായ ഭാഷയാണ്. ലി അവലി ലൈലത്തിൻ എന്നതിൻ്റെ അർത്ഥം രാത്രിയുടെ ആദ്യ ഭാഗത്തിൽ ഈ ഗ്രഹണം സംഭവിക്കുമെന്നാണ്. 21 മാർച്ചിന് തുടങ്ങിയ ഖാദിയാനിൽ തുടങ്ങിയ ഗ്രഹണം 7 മണിക്കാണ് രാത്രി തുടങ്ങിയത്. 8 മിനിറ്റ് 7 മണി ആകുന്നതിന് 8 മിനിറ്റ് മുമ്പ് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുൻപ് കണ്ടു. മാർച്ചിന് 31 മാർച്ചിൽ 6:48 അസ്തമിച്ചത്. ഇപ്പോൾ 7 മണിയോട് അടുത്തിരിക്കുന്നു. ഇന്ന് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ കൃത്യം 7 മണിക്ക് രാത്രിയുടെ ആദ്യ യാമത്തിൽ തന്നെ തുടങ്ങുകയുണ്ടായി. അത് ഖാദിയാനിൽ സംഭവിക്കുകയുണ്ടായി. സമയം നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം നോക്കാം. ഫിന്നിസ്ഫി മിൻഹു വ തൻകസിഫു ഷംസു ഫിന്നിസ്ഫി മിൻഹു. അതായത് പകുതി സമയത്താണ് സൂര്യഗ്രഹണം ഉണ്ടാകുക, മധ്യ സമയത്താണ് സൂര്യഗ്രഹണം. ജുമാ ദിവസം, വെള്ളിയാഴ്ച ഏപ്രിൽ 6, 1894 കൃത്യം 11 മണിക്ക് ഖാദിയാനിൽ തുടങ്ങുകയും 2 മണിക്കൂർ ഇവിടെ ലോകം മുഴുവനും വിളിച്ചോതുകയുണ്ടായി. ഞാൻ ഈ ദൃഷ്ടാന്തമാകുന്നു ഇഞ്ചീലിൽ, സുവിശേഷത്തിലും ബൈബിളിലും ഖുറാനിലും ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രവചനമാണ് ഞാനെന്ന് വിളിച്ചോതുകയുണ്ടായി. വളരെ അത്ഭുതം ഉളവാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ദിവസം ഏപ്രിൽ 6-ന് 1894 അതുപോലെ തന്നെ 28-ാം റമദാനായിരുന്നു. 1311 ഹിജ്റ വർഷമായിരുന്നു. മക്കയിൽ നിന്നും അത് സൂര്യൻ ഉദിച്ചപ്പോൾ അത് ഗ്രഹണത്തിന് സമയമായിരുന്നു. അത് വിളിച്ചോതിയത് ഞാൻ സമയത്ത് ഉണ്ടായ ദൃഷ്ടാന്തമാണ്. വളരെ കൃത്യമായ തീയതികളിൽ തന്നെ അത് വെളിപ്പെടുകയുണ്ടായി. അതിൻ്റെ പ്രഭാവം എന്താണ് ഉണ്ടായത് നിങ്ങൾ പറഞ്ഞു സത്യസാക്ഷ്യം എങ്ങനെയായി മാറിയെന്ന്. അത് ചില ഉദാഹരണങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ വ്യക്തമാക്കാവുന്നതാണ്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അറിവുള്ളവർ, അതുപോലെ തന്നെ തഖ്വയോടുകൂടി, ഭയഭക്തിയോടുകൂടി അള്ളാഹുവിൻ്റെ മസീഹിനെ അന്വേഷിക്കുന്നവർ വളരെ വ്യാകുലരാകേണ്ടേ. അതിലൊരു ഉദാഹരണം കാര്യം മുഹമ്മദ് അസർ സാബ് ചാർക്കോട്ടിൽ നിന്നുള്ള ജില്ല രാജോരി മലമുകളിൽ അദ്ദേഹത്തിൻ്റെ കവർ ഇപ്പോഴുമുണ്ട്. ഈ ഒരു ഗ്രഹണം ആ സത്യാത്മാവ് ചാർക്കോട്ടിൻ്റെ ദിഗ്മണ്ഡലത്തിൽ കണ്ടപ്പോൾ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇമാം മഹ്ദിയുടെ വെളിപാടിൻ്റെ തെളിവായി പറഞ്ഞതാണ്. അതുകൊണ്ട് ആ വ്യക്തി എവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളുമായി ചാർക്കോട്ടിൽ നിന്നും ജഹലുമിലേക്ക് അയച്ചു. ഹദ്റത്ത് ബുർഹാൻ സാബ് ജഹൽമി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവുമായി ബന്ധമുള്ളതായിരുന്നു. സൂര്യ ചന്ദ്രഗ്രഹണം റമദാൻ മാസത്തിലുണ്ടായി. ഇമാം മഹ്ദി എവിടെയാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം കുറച്ച് ഗ്രന്ഥങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു. അവരത് വായിച്ചു, പാരായണം ചെയ്തു. എന്നിട്ട് തൻ്റെ സുഹൃത്തുക്കളെ ഖാദിയാനിലേക്ക് അയച്ചു. അവർ ഇവിടെ വന്ന് അന്വേഷണം നടത്തി. അങ്ങനെ അഹമ്മദി ജമാഅത്തിൽ പ്രവേശിച്ചു. ഇതാണ് സത്യസാക്ഷ്യം. ഇത് ദൈവജ്ഞാനമുള്ളവർ, ഈമാനുള്ളവർ, വിശ്വാസമുള്ളവർ തിരിച്ചറിഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 1892-93 ഋഷിനഗർ ഷോഫിയാനിൽ നിന്നും ഒരു വ്യക്തി
കാൽനടിയായി വന്നു. കുറച്ച് പേർ വന്നു കാൽനടി. അതിൽ മൗലവി മുഹമ്മദ് സവായിസ് ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അദ്ദേഹം ഇവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ഒരു ദിവസം അദ്ദേഹത്തിനോട് മസീഹ് ഇസ്ലാം പറഞ്ഞു, വലി മുഹമ്മദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയുടെ സത്യസാക്ഷ്യത്തിന് വേണ്ടി സൂര്യ ചന്ദ്രഗ്രഹണങ്ങളുടെ ഒരു ദൃഷ്ടാന്തത്തിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ദൃഷ്ടാന്തം അടുത്തു തന്നെ കാണുന്നതായിരിക്കും. അദ്ദേഹം പറയുന്നു, ഞാനത് കേട്ട് ഞാൻ അവിടെ നിന്ന് പോയി. ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയി. അവിടെ ഋഷിനഗർ, ഷോപ്പിയാൻ, അവിടെയുള്ള ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞാൻ പോയി ഈ വാർത്ത അറിയിച്ചു. ഇമാം മഹദി അലൈഹിസ്സലാത്തു വസ്സലാം ഖാദിയാനിൽ വെളിപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അദ്ദേഹത്തിന് സത്യസാക്ഷ്യത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച സൂര്യചന്ദ്രഗ്രഹണങ്ങളുടെ ദൃഷ്ടാന്തം ഉടൻ തന്നെ സംഭവിക്കുന്നതായിരിക്കും. അദ്ദേഹം അവിടെയുള്ള എല്ലാവരോടും പോയി പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. അദ്ദേഹം വായിസായിരുന്നു, മൊറബിയായിരുന്നു, പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും ശ്രവിച്ചു. ഈ ദൃഷ്ടാന്തം വെളിപ്പെട്ടപ്പോൾ, സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ, ജനങ്ങളതൊക്കെ സാക്ഷ്യം വഹിച്ചപ്പോൾ റമദാൻ 13-ന് 1311 ഹിജ്റ വർഷത്തിൽ ഋഷിനഗറിലെ ദിഗ്മണ്ഡലത്തിൽ അവർ കണ്ടു. അങ്ങനെ സൂര്യഗ്രഹണത്തെയും അവർ സാക്ഷ്യം വഹിച്ചു. അവരിൽ മിക്കരും ആ ഗ്രാമത്തിലെ മിക്ക മുസ്ലിങ്ങളും അഹമ്മദിയത്തിൽ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ഗ്രാമത്തിലുള്ള അതുപോലെ ചുറ്റുപാടുമുള്ള പ്രാന്തപ്രദേശത്തുമുള്ള ഒരുപാട് പേർ ഈ ദൃഷ്ടാന്തത്തെ കണ്ടുകൊണ്ട് മാത്രം അഹമ്മദിയ ജമാത്തിൽ പ്രവേശിച്ചവരാണ്. അതുപോലെയുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണെങ്കിൽ, ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ പറയുന്നത്, അവർ വെളിപ്പെടുത്തുന്നത് ഈ ഒരു ദൃഷ്ടാന്തം കണ്ടാണ് അവരുടെ പൂർവികർ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചത്. എന്നാൽ വിശുദ്ധ ഖുർആന്റെ വാക്കുകൾ ഐനൽ മഫർ, അവർക്ക് ഓടി ഒളിക്കാൻ ഒരു സ്ഥലവും ഉണ്ടായില്ല, ലക്ഷ്യസ്ഥാനവും ഉണ്ടായില്ല. അവർക്കാണ് ഇവിടെ ചിന്തിക്കേണ്ട സമയം. അവരോട് ഞാൻ വളരെ മര്യാദയോട് പറയും, വിനയത്തോട് പറയാണ്, നിങ്ങൾ സ്വയം വഴിപിഴക്കരുത്, മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുമരുത്. ഈ ഒരു മഹത്തായ ദൃഷ്ടാന്തം, ഇതിനെക്കുറിച്ച് സുവിശേഷങ്ങളിലും വിശുദ്ധ ഖുർആനിലും ഹദീസിലും അതുപോലെ തന്നെ പുണ്യാത്മാക്കളുടെ വചനങ്ങളിലും ഒരു പ്രവചനമുണ്ട്. ഇത് മഹത്തായ പ്രവചനമാണ്. ആ സംഭവങ്ങളൊക്കെ തന്നെ കൃത്യസമയത്ത് പുലരുകയുണ്ടായി. അഹോ കഷ്ടം! മുസ്ലിങ്ങൾ, ഈ മൗലവിമാർ അവിടെ ഇവിടെയും തൊട്ടും തൊടാതെയും പറയുന്നു. എന്നാൽ കൃത്യസമയത്ത് പുലർന്ന ഈ ദൃഷ്ടാന്തം, അവസരത്തിലുണ്ടായ ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ച ഈ ദൃഷ്ടാന്തത്തെക്കുറിച്ച് എന്തുകൊണ്ട് അവർ ജനങ്ങളോട് സംസാരിക്കുന്നില്ല? പറയേണ്ടത് മൗലവി ഗുലാം മുർത്തസയുടെ സംഭവം ഹദരത്ത് മസീഹ് ഇസ്ലാം മൽഫുസാത്തിൽ വിവരിക്കുകയുണ്ടായി. അദ്ദേഹം മട്ടുപാവിൽ കയറിക്കൊണ്ട് ഇനി ജനങ്ങൾ വഴിപിഴച്ചു പോകും എന്നാണ് അവർ പറഞ്ഞത്. ഇനി ജനങ്ങൾ സന്മാർഗം പ്രാപിക്കുമെന്നായിരുന്നില്ല അവർ പറഞ്ഞത്. ജനങ്ങൾ സന്മാർഗം പ്രാപിക്കുക, ഈ വന്ന മഹദിയെ അംഗീകരിക്കുമെന്ന് അവർ പറഞ്ഞില്ല. എന്നാൽ സൽപ്രകൃതരായവർ, സജ്ജനങ്ങൾ ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ട് അവരുടെ പൂർവികർ അഹമ്മദീയ ജമാഅത്തിൽ പ്രവേശിച്ചു. ഈ ദൃഷ്ടാന്തം കണ്ട് അവർ ഇന്നും സന്തോഷഭരിതരാകുന്നു. ഈ ദൃഷ്ടാന്തം പൂർത്തിയായപ്പോൾ ഹസരത്ത് മസീഹ് ഇസ്ലാം അറബിയുടെ ഒരു വലിയ കസീദ രചിക്കുകയുണ്ടായി. അതിൽ അഹമ്മദീയ ജമാഅത്തിനോട് ഒരു സുവാർത്ത അറിയിക്കുന്നു. ബുഷ്റാ ലക്കും യാ മാശർ ഇഖ്വാനി, ബുഷ്റാ ലക്കും യാ മാശർ ഇഖ്വാനി, തൂബാ ലക്കും യാ മഅശർ ഇഖ്വാനി. അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് സുവാർത്ത നൽകുന്നു, നിങ്ങൾക്ക് ഇത് അനുഗ്രഹീതമാകട്ടെ. അൽയൗമ ബഅദ മുറൂരി ഇന്ന് സിയാമി റമദാൻ, ഈ റമദാൻ പിന്നിട്ട ശേഷം ഈദുൽ അഖ്വാമി, ജനങ്ങൾക്ക് ഒരു പെരുന്നാളായിരിക്കും. ലക്കും ഈദാനി, എന്നാൽ നിങ്ങൾക്ക് 2 പെരുന്നാളായിരിക്കും, 2 ഈദായിരിക്കും. എല്ലാ റമദാനും വരുന്നു, എല്ലാ വർഷവും റമദാൻ വരുന്നു, ഈദുൽ ഫിത്തർ വരുന്നു. അഹമ്മദീയ ജമാഅത്ത് അംഗങ്ങൾ ഇത് അനുസ്മരിക്കുന്നു. ഹസരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വാക്കുകൾ മനസ്സിലാക്കുന്നു. ഈദുൽ അഖ്വാമി, ജനങ്ങൾക്ക് അത് വെറും ഒരു ഈദാണ്, ഒറ്റ ഈദാണ്. എന്നാൽ അഹമ്മദികൾക്ക് അത് 2 ഈദാണ്. ഇതാണ് ചുരുക്കിയ നിലയിൽ എനിക്ക് പറയാനുള്ളത്. ജസാക്കുല്ലാഹ് അസ്സൽ ജസാ. അടുത്ത ചോദ്യം മൗലാന കെ താരിഖ് സാഹിബിനോടാണ്. സയ്യിദ്ന ഹദരത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സൂര്യചന്ദ്രഗണങ്ങളെ കുറിച്ച്, ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച്, ദൃഷ്ടാന്തം നടന്നപ്പോൾ എന്താണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് വിശദീകരിക്കുമോ? ജസാക്കുമുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്ത് അഹമ്മദിയയുടെ സ്ഥാപകർ ഹസ്രത്ത് മസീഹ് ഇസ്ലാം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം 1890 തൻ്റെ മഹദി എന്നുള്ള വാഗ്ദാനം അത് പുറപ്പെടുവിക്കുകയുണ്ടായി. മുഴു ലോകത്തിനും അവിടുന്ന് പറയുകയുണ്ടായി,
അള്ളാഹു തന്നെ മഹദിയായിട്ട് അയച്ചിരിക്കുന്നുവെന്ന്. ഈ ഒരു വിളംബരം നടത്തിയപ്പോൾ പല വിധത്തിലുള്ള ജനങ്ങൾ, എതിരാളികൾ, അവർ വീണ്ടും വീണ്ടുമായിട്ട് ഹുസൂറിനോട് ആവശ്യിക്കുകയുണ്ടായി. മഹദിയെ സംബന്ധിച്ച് അള്ളാഹു സൂര്യചന്ദ്രഗ്രഹണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി അത് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് താങ്കൾ കള്ളവാദിയാണെന്ന് പറയുകയുണ്ടായി, കാഫിറാണെന്ന് പറയുകയുണ്ടായി, ദജ്ജാൽ എന്നെല്ലാം പറയുകയുണ്ടായി. നഊദു ബില്ലാഹി മിൻ ദാലിക്. പക്ഷേ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നബിസ്വല്ലാമിന് പരിപൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു, തവക്കലുണ്ടായിരുന്നു. തീർച്ചയായും അള്ളാഹു ആ ഒരു അടയാളം അത് പൂർത്തിയാക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആക്ഷേപിച്ചപ്പോൾ ആ ഒരു അവസരത്തിൽ 1894 21 മാർച്ചിൽ റമദാൻ മാസത്തിൽ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സൂര്യഗ്രഹണവും നടക്കുകയുണ്ടായി അതേ റമദാനിൽ. ഈ ഗ്രഹണം അത് ഖാദിയാനിൽ നിന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ജനങ്ങൾ കാണുകയുണ്ടായി. അത് മസീഹ് വസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സജ്ദ ചെയ്തുകൊണ്ട് ഹുസൂർ നന്ദി പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ റമദാൻ മാസത്തിൽ തന്നെ 1895 തന്നെ റമദാൻ മാസത്തിൽ തന്നെ അടുത്ത റമദാനിൽ തന്നെ വീണ്ടും സൂര്യചന്ദ്രഗ്രഹണം നടക്കുകയുണ്ടായി. അത് ഈ ഒരു അടയാളം അത് അമേരിക്കയിലുള്ള ആൾക്കാർക്ക് വേണ്ടി അത് വെളിവാവുകയുണ്ടായി. അത് ആ ഒരു ഭാഗത്ത് സൂര്യചന്ദ്രഗ്രഹണം റമദാൻ മാസത്തിൽ നടക്കുകയുണ്ടായി 1 വർഷത്തിന് ശേഷം. അങ്ങനെ അവിടെയുള്ള ആൾക്കാരും ആ അടയാളത്തെ കാണുകയുണ്ടായി. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തൊഹഫ ഗോൾഡവിയ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുകളിൽ സത്യമിട്ടുകൊണ്ട് പറയുകയുണ്ടായി. അള്ളാഹു പറയുന്നു, ഞാൻ അള്ളാഹുവിൽ സത്യമിട്ടുകൊണ്ട് പറയുന്നു, എൻ്റെ ജീവനേത് കയ്യിലാണുള്ളത്, അള്ളാഹു എൻ്റെ സത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അടയാളം കാണിച്ചിരിക്കുന്നത്. അവിടുന്ന് പറയുകയുണ്ടായി, ഞാൻ കാബയുടെ മുകളിൽ കയറിക്കൊണ്ട് ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം പറയാവുന്നതാണ്. അള്ളാഹു എൻ്റെ സത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അടയാളം പ്രകടമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഹദരത്ത് മസീഹ് വസ്സലാം തൻ്റെ അടയാളമായിക്കൊണ്ട് ഈ 2 അടയാളങ്ങളെ വെക്കുകയുണ്ടായി. ഈ ഒരു അടയാളം എത്രത്തോളം വ്യക്തമായിക്കൊണ്ടാണ് ഈ ഒരു അടയാളം അത് മസീഹ് വസ്സലാം സത്യത്തെ ഒളിവാക്കുന്നു നോക്കുക. വെറും റമദാൻ മാസത്തിൽ അതിൻ്റെ ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളും പറഞ്ഞിരിക്കുന്നു. അതായത് ആ ഒരു ദിവസം ചന്ദ്രൻ ഗ്രഹണം നടന്ന ദിവസത്തിൽ രാത്രിയിൽ അത് രാത്രിയുടെ ആദ്യയാമങ്ങൾ തന്നെ നടക്കുകയുണ്ടായി. അവ്വൽ ലൈലത്തുൽ എന്നുള്ള കാര്യത്തിൽ വെറും ആദ്യ രാത്രി എന്ന് മാത്രമല്ല അടയാളം, പക്ഷേ ആ രാത്രിയുടെ ആദ്യയാമത്തിൽ തന്നെ നടക്കുകയുണ്ടായി. അപ്പോൾ ഇത് വലിയൊരു പ്രതാപപൂരിതമായിട്ടുള്ള ഒരു അടയാളമാണ്. വിശുദ്ധ ഖുർആൻ നാം വായിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, വൈ യറൗ ആയത്തൻ യൂരിദു വൈ യഖൂലു സിഹറ മുസ്തമിർ. അതായത് നിഷേധികളായിട്ടുള്ള ആൾക്കാർ അവർ അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ അവരുടെ മുഖം തിരിക്കുന്നു. അവർ പറയുന്നു ഇത് ഒരു മായാജാലം മാത്രമാണെന്ന് പറയുന്നവർ. ഹദരത്ത് മസീഹ് വസ്സലാമിൻ്റെ ഒപ്പം ഇത് തന്നെയാണ് സംഭവിച്ചത്. ജനങ്ങൾ മസീഹ് വസ്സലാമിൻ്റെ മഹദീയത്തെ സംബന്ധിച്ചുള്ള ഒരു വാദത്തെ സംബന്ധിച്ച് ജനങ്ങൾ ചോദിക്കുകയായിരുന്നു അടയാളം എവിടെയെന്ന്. അത് വെളിവായപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ വളരെയധികം അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് ചോദിച്ചു കൊണ്ടിരുന്നു അടയാളം ഇപ്പോൾ വരുമെന്ന്. ആ അടയാളം വന്നപ്പോൾ അതിന് നിഷേധിക്കാനും തുടങ്ങി. അതിന് മസീഹ് വസ്സലാമുമായിട്ടും ഇത് തന്നെയാണ് സംഭവിച്ചത്. റമദാൻ മാസത്തിൽ ആ വ്യക്തമായ ഡേറ്റുകളിൽ ഈ ഒരു ഗ്രഹങ്ങൾ സംഭവിച്ചപ്പോൾ പല ആൾക്കാർക്ക് മസീഹ് വസ്സലാമിനെ വിശ്വസിക്കാൻ, ജമാഅത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് നൽകുകയുണ്ടായി അള്ളാഹു. അപ്പോൾ അതേ അവസരത്തിലും എങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, ഇതിന് ശേഷം ജനങ്ങൾ വഴിപിഴച്ച് പോകും എന്ന് ജനങ്ങളും പറഞ്ഞു. ചില ആൾക്കാർ അവരുടെ മുഖത്തെ ഈ അടയാളത്തിൽ നിന്ന് അവർ തിരിക്കുകയുണ്ടായി. ചില ആൾക്കാർ പറയുന്നു അത് ദാറുൽ ഖുത്നിയിലുള്ള ഹദീസിലുള്ള ആണ്, ഇത് സിഹായ് സിത്തയിലുള്ള ഹദീസല്ല എന്നെല്ലാം ആക്ഷേപം പറയുന്നു. പല രീതിയിലുള്ള അവരുടേതായ രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോ കാരണങ്ങൾ അവരുണ്ടാക്കുന്നു. അവരടയാളത്തെ കണ്ടതിന് ശേഷവും അവർക്ക് അള്ളാഹു തൗഫീക്ക് നൽകിയില്ല. ഹദ്റത്ത് മസീഹ് വസ്സലാം ആത്മീയമായ രീതിയിൽ ഈ ഒരു അടയാളത്തിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്നു. അവിടുന്ന് പറയുകയുണ്ടായി,
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ സൂര്യചന്ദ്രത്തിന് തുല്യമാണ്. അവിടുന്ന് പറയുകയുണ്ടായി, അവരുടെ യുക്തി, അവരുടെ ബുദ്ധി അതിന് ഗ്രഹണം സംഭവിച്ചിരിക്കുന്നു. അതായത് അതിൻ്റെ ഒരു പ്രകാശം അത് മങ്ങിയിരിക്കുന്നു. അതായത് മുസ്ലിം ഇസ്ലാം സ്വീകരിക്കാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കില്ല എന്ന്. തീർച്ചയായിട്ടും ഈ ഒരു പ്രവചനത്തിൽ അതായത് പണ്ഡിതന്മാരുടെ അവരുടെ ബുദ്ധി അതിലും ഗ്രഹണം സംഭവിക്കും എന്നുള്ള പ്രവചനം കൂടിയാണ് ഇതിലുള്ളത്. ആ ഒരു അടയാളവും അങ്ങനെ പൂർത്തിയാവുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ തിരിച്ചറിയാൻ അവർക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ദുഃഖം അത് പ്രകടമാക്കേണ്ട ഒരു അവസ്ഥയാണ്. അവർ ദുഃഖം പ്രകടിപ്പിക്കുന്നു, ഇതിന് ശേഷം ഇനി ജനങ്ങൾ വഴിപിഴച്ചു പോകുമെന്ന്. ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു വിശദീകരണം ഇതാണ് മുസ്ലിം ഇസ്ലാം നൽകിയിരിക്കുന്നത്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പണ്ഡിതന്മാർ, ഉമ്മത്തിലുള്ള പണ്ഡിതന്മാരുടെ അവരുടെ ബുദ്ധി അത് മങ്ങിപ്പോകുമെന്ന്. ഈ പ്രവചനത്തിൽ ഈ ഒരു കാര്യമുണ്ട്. അതായത് ലോകത്തിൻ്റെ വ്യവസ്ഥിതി അതുമായിട്ട് റമദാനുമായിട്ട് വളരെ ബന്ധമുണ്ട്. റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ബദർ അത് നടന്നത് ഈ മാസമാണ്. ലൈലത്തുൽ ഖദർ ഈ ഒരു മാസമായിട്ടാണ് ബന്ധമുള്ളത്. അതുപോലെ തന്നെ ഇമാം മഹദി ഏതൊരു വ്യക്തിയുടെ കൂടെയാണോ ഇസ്ലാമിൻ്റെ വിജയമുള്ളത്, ആ ഒരു വ്യക്തിയുടെ അടയാളവും ഈ ഒരു മാസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അടയാളത്തെ മനസ്സിലാക്കേണ്ട ആവശ്യമാണുള്ളത്. ഈ ഒരു മാസത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും സൂര്യചന്ദ്രഗ്രഹണങ്ങൾ സംഭവിക്കുന്നു. ഇനി ഏപ്രിൽ ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം നടക്കാൻ പോവുകയാണ്. പക്ഷേ ഇത് മറ്റൊരു വ്യക്തിയുടെ അടയാളത്തിന് തെളിവായിട്ട് ആയിരിക്കുമോ? പക്ഷെ ഒരിക്കലും സാധ്യമല്ല. കാരണം ഹദ്റത്ത് മസീഹ് ഇസ്ലാം ആ ഒരു അവസരത്തിൽ ഉണ്ടായിരുന്നു. ഹുസൂർ വാദം അത് പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷം ആ ഒരു അടയാളത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അടയാളങ്ങൾ അത് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളും ആവശ്യമാണ്. ലം തകൂന മുൻദു ഖൽഖി സമാവാതി വൽ അർദ് എന്നുള്ള കാര്യത്തിൽ ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഈ ഒരു അടയാളത്തിന് മുന്നേ വാദം പ്രകടിപ്പിച്ചിരുന്നു. നമുക്ക് അറിയുന്ന പോലെ തന്നെ റമദാൻ്റെ മാസത്തിൽ പ്രത്യേകമായിട്ട് മുസ്ലിങ്ങൾ ചന്ദ്രനിലേക്ക് നോക്കിയിരിക്കുന്നു. ചന്ദ്രനെ നോക്കിക്കൊണ്ട് റമദാൻ തുടങ്ങുന്നു. ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഈദും നാം ആഘോഷിക്കുന്നു. റമദാൻ മാസം വരുമ്പോൾ ഒരു മുസ്ലിം ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ചന്ദ്രൻ അവൻ്റെ മുകളിൽ ഈ ഒരു തെളിവ് അവൻ്റെ മുന്നിൽ വെക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ആ ഒരു അടയാളം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഒരു പ്രവചനം അത് പ്രകാശപൂരിതമായ രീതിയിൽ അത് പൂർത്തിയായിരിക്കുന്നു എന്നാണ് ആ ഒരു ചന്ദ്രൻ പറയുന്നത്. ഉമ്മത്തെ മുഹമ്മദിയിലുള്ള ഈ ഒരു ഉമ്മത്തിന് ഈ ഒരു റമദാൻ വീണ്ടുമായിട്ട് ഈ ഒരു അടയാളത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ആവശ്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈ ഉമ്മത്തിന് ഈ ഒരു അടയാളത്തെ മനസ്സിലാക്കാനും ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെയും അദ്ദേഹത്തെ തിരിച്ചറിയാനും ശ്രമിക്കേണ്ടതാണ്. ഈ ഒരു ജമാഅത്തിൽ പ്രവേശിക്കാൻ നോക്കേണ്ടതാണ്. അങ്ങനെയായിരിക്കുമ്പോഴാണ് അവർ യഥാർത്ഥ രീതിയിൽ റമദാൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കുകയുള്ളൂ. ജസാക്കുമുല്ലാ വസൽ ജസ. ഇതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ വിനീതൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമുക്കായി സൂര്യചന്ദ്രഗ്രഹണങ്ങൾ പ്രകടമായി. അത് കണ്ട് നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ജമാത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ സൂര്യചന്ദ്രഗ്രഹണങ്ങളാൽ നമുക്ക് സന്തോഷമുണ്ടായി, എതിരാളികൾക്ക് നിന്ദ്യതയും അനുഭവപ്പെട്ടു. നാം വാഗ്ദത്ത മഹദിയായി വാദിക്കുന്ന സമയത്ത്, അറബ് രാഷ്ട്രങ്ങളിൽ അതിന് യാതൊരു ലക്ഷണവും ഇല്ലാത്ത സമയത്ത് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ സംഭവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നെന്ന് അവർക്ക് ആണയിട്ട് പറയാനാകുമോ? തുടർന്ന് അവരുടെ ഇഷ്ടത്തിനെതിരെ അത് വെളിപ്പെട്ടപ്പോൾ അവരുടെ ഹൃദയം നിശ്ചയമായും വേദനിച്ചിട്ടുണ്ടാകാം. അതിൽ അവർക്ക് അവഹേളനം തോന്നിയിട്ടുണ്ടാകാം. അൻവാറുൽ ഇസ്ലാം റുഹാനി ഖസാൻ വാള്യം 9 പേജ് 333.
പ്രേക്ഷകരെ, ഇതോടെ നമ്മുടെ ചർച്ചയ്ക്ക് വിരാമം ഇടുകയാണ്. ഇൻഷാ അല്ലാ വേറൊരു വിഷയമായി മറ്റൊരു സീരീസുമായി इजाज़त दीजिए. अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू. आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर